press the bell icon on the YouTube app and never miss another update. ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്താന്ന് വെച്ചാല് Mammootka just nailed it as an actor. Film എങ്ങനെയുണ്ട്? ചേട്ടാ ഫിലിം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഫിലിം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എങ്ങനെയുണ്ട് ഫിലിം എങ്ങനെയുണ്ട്? ഫിലിം എങ്ങനെയുണ്ട്? സൂപ്പർ പടം. ഫിലിം എങ്ങനെയുണ്ട്? സൂപ്പർ പടം. സൂപ്പർ പടം. ചേട്ടാ ഫിലിം എങ്ങനെയുണ്ട്? നല്ല പടം. ഫിലിം എങ്ങനെയുണ്ട്? നല്ല പടം. ഫിലിം എങ്ങനെയുണ്ട്? സൂപ്പർ പടം. നമുക്ക് അടിപൊളി. എങ്ങനെയുണ്ട്? നല്ല പടമാണ്. നമുക്ക് എങ്ങനെയുണ്ട്? നല്ല പടം. ഫിലിം എങ്ങനെയുണ്ട്? നല്ല പടം. ഫിലിം എങ്ങനെയുണ്ട്? ചേട്ടാ ഫിലിം കൊള്ളാം കൊള്ളാം. എങ്ങനെയുണ്ട് ചേട്ടാ ഫിലിം? നല്ല ഫിലിം. നല്ല പടം. ചേട്ടാ ഫിലിം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നല്ല പടം, നല്ല പടം, സൂപ്പർ പടം. പടം അടിപൊളി. മമ്മൂക്ക തകർത്തു. ഒരു രക്ഷയില്ല, അടിപൊളി. മമ്മൂക്ക നല്ല സിനിമ. മമ്മൂക്ക ജീവിച്ചു. ഒരു രക്ഷയില്ല, പൊളിച്ച്. ചേട്ടാ ഫിലിം എങ്ങനെയുണ്ട്? നല്ല പടം. ഫിലിം എങ്ങനെയുണ്ട്? കിടിലം പടം, കിടിലം പടം. ഫിലിം എങ്ങനെയുണ്ട്? നല്ല ഫിലിം. ചേട്ടാ ഫിലിം എങ്ങനെയുണ്ട്? നല്ല പടം. ഫിലിം എങ്ങനെയുണ്ട്? കൊള്ളാം. ഫിലിം എങ്ങനെയുണ്ട്? വൈഎസ്ആർ, റിയൽ വൈഎസ്ആർ. ഫിലിം എങ്ങനെയുണ്ട്? നല്ല പടം. മമ്മൂട്ടി തകർത്തു. ചേട്ടാ ഫിലിം എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. നമുക്ക് അടിപൊളി. എങ്ങനെയുണ്ട്? സൂപ്പർ. ചേട്ടാ എങ്ങനെയുണ്ട്? നല്ല പടം. ഫിലിം എങ്ങനെയുണ്ട്? നല്ല പടം. ഫിലിം എങ്ങനെയുണ്ട്? സൂപ്പർ. നമുക്ക് അഭിനയം യഥാർത്ഥ ഇന്ത്യയുടെ ആത്മാവ്. സൂപ്പർ പടം. മമ്മൂട്ടി അടിപൊളി. ദ ഫേസ് ഓഫ് ഇന്ത്യൻ സിനിമ. ഇതിനെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്. പേരന്റിനെ കുറിച്ച് ആവശ്യത്തിൽ കൂടുതൽ ആൾക്കാർ സംസാരിച്ച് കഴിഞ്ഞു ഓൾറെഡി. ഇറ്റ്സ് ലൈക്ക് ആസ് എൻ ആക്ടർ ഞാൻ പറഞ്ഞ കണക്ക് നെയിൽഡ് ഇറ്റ് ടു ദ കോർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഡബ് ചെയ്ത്, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞാണ്, ഡബ് ചെയ്ത് വന്ന ഒരു ഫിലിം ആകുമ്പോൾ അത്രയ്ക്ക് എക്സ്പെക്ടേഷൻസ് ഒന്നുമില്ല. കാരണം ഒരു മലയാളം അല്ലാത്തൊരു പടം ഡബ് ചെയ്ത് വരുന്ന ഒരു രീതിയിലാണ് വന്നത്. പക്ഷേ ഇതിനകത്ത് നെഗറ്റീവ് എന്നുള്ള രീതിയിലല്ല, എങ്കിലും ഒരു ഇച്ചിരി എങ്കിലും ലെറ്റ് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പാട്ടുകൾ കൂടി തെലുങ്കിലായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു. ബട്ട് അതർ ദാൻ ദാറ്റ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ മമ്മൂക്ക മാത്രമല്ല, മമ്മൂക്ക പെർഫോം ചെയ്യുന്ന ആ സമയത്ത് കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ തന്നെ എൻ്റെയൊക്കെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. കാരണം ആ ഒരു ഗൂസ് ബംസ് മൂമെന്റ്സ് ആണ്. അടുത്ത് നിൽക്കുന്ന ആൾക്ക് പല ആർട്ടിസ്റ്റുകൾ, മമ്മൂക്ക അല്ലാത്ത ആർട്ടിസ്റ്റുകൾ പെർഫോം ചെയ്യുമ്പോൾ വരെ നമ്മൾ ഇമോഷണലി നല്ല ഒരു ഫീലിലേക്ക് വരുന്നുണ്ട് ഈ പടത്തിൽ. ഒരു ബയോപിക് ആവുന്ന ഇത്രയൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എങ്കിലും ഞങ്ങളല്ലേ പെട്ടിയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് വന്ന് ഇറങ്ങിയതേ ഉള്ളൂ വന്ന്. ആൻഡ് ഐ എം 200 ആസ് എ ഫാൻ, ഐ എം 200% സാറ്റിസ്ഫൈഡ്. അതെ, എനിക്ക് പേഴ്സണലി എനിക്ക് വൈഎസ്ആറിനെ കുറിച്ച് അറിയാം. കാരണം ഐ വാസ് വർക്കിംഗ് ഇൻ ബാംഗ്ലൂർ. അപ്പോൾ എൻ്റെ കൊളീഗ്സ് തന്നെ പലരും അവിടെ നിന്നുള്ള, ആന്ധ്രയിൽ നിന്നുള്ള ആൾക്കാർ പൊളിറ്റീഷ്യൻസിനെ കുറിച്ച് ബാഡായിട്ട് കമന്റ് പറയുന്ന സമയത്ത് വൈഎസ്ആറിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്തതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ സംസാരിച്ചെന്നുള്ള രീതിയിൽ വൈഎസ്ആറിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിച്ചത് കൊണ്ട് മേ ബി ദാറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദ റീസൺസ് വിച്ച് ഇൻ വിച്ച് ലൈക്ക് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടാനും. പിന്നെ ഒബ്വിയസ്ലി ആസ് എൻ ആക്ടർ ഒരിക്കലും മമ്മൂട്ടി അല്ലെ മെഗാസ്റ്റാർ എന്ന് പറയുന്ന ഒരാളെ അവിടെ കാണാൻ പറ്റില്ല. വൈഎസ്ആർ തന്നെ ഏതൊരു ആക്ടറിനും കണ്ടുപഠിക്കാനുണ്ട്. ആ മാനറിസം ചേഞ്ച് ചെയ്ത് ആ ഇടയ്ക്ക് ആ കൈ വെച്ചിട്ടുള്ള ഒരു കുറെ അത് കാണുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. സൂപ്പർ. അല്ല, എനിക്ക് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയാൻ എനിക്കറിയില്ല. എങ്കിലും പക്ഷേ ആസ് എൻ ആക്ടർ വാട്ട് ഐ ഹാഡ് ഒബ്സർവ്ഡ് ഇസ് ലൈക്ക് ആ ബോഡി ലാംഗ്വേജ് വരെ അത് വേറൊരാളാണ്, അത് മമ്മൂക്ക അല്ല എന്നുള്ളത് തോന്നിക്കുന്ന രീതിയിലാണ്. ഞാൻ 1% പോലും ഞാൻ തള്ളിയതല്ല. കാരണം ഞാൻ ഫാനാണ്, കട്ട ഫാനാണ്. പക്ഷേ ആസ് എ ഫാൻ ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ദിസ് ഈസ് ദ കൈൻഡ് ഓഫ് മൂവി വിച്ച് ഐ വാസ് ഗോയിങ് ടു വാച്ച്. ഒരു ബയോപിക് ആണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് വന്നത്. ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ.
200%. ഇത് ഫുൾ ക്രൗഡിലിരുന്ന് കാണേണ്ടുന്ന ഫാൻസുകാരെ ആഘോഷമാക്കാൻ പറ്റിയ ഒരു പടം തന്നെയാണ്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല സത്യത്തിൽ. പേരൻപിൻ്റെ അത്ര ഇതായിട്ട് നിന്നിരുന്ന സമയത്ത് ഈ ഒരു സംഭവം പ്രതീക്ഷിച്ചതേ അല്ല. സോ അതുകൊണ്ട് ഒരു ഡബിൾ എക്സൈറ്റ്മെൻ്റ് ആണ്. ഞങ്ങൾ ഈ സിനിമ വളരെ അഭിമാനത്തോടാണ് കണ്ടിറങ്ങിയത്. കാരണം മമ്മൂക്ക ഫാൻസാണ് ഞങ്ങളെല്ലാവരും. അപ്പം ഫസ്റ്റ് ഡേ തന്നെ എല്ലാവരും കൂടി ഇരുന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹത്തോടെ വന്നത്. ഞങ്ങൾ കണ്ടിറങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര അഭിമാനം തോന്നിപ്പോയി. കാരണം നമ്മുടെ അവിടെ തെലുങ്ക് പടത്തിന് പോയിട്ട് അടിപൊളിയായിട്ടാണ് അവർ, നല്ല രീതിക്കാണ് അവിടെ പോർട്രേ ചെയ്തേക്കണത്, അവർ കാണിച്ചേക്കണത്. അതുപോലെ മമ്മൂക്ക ആ ക്യാരക്ടറായിട്ട് പ്രത്യേകിച്ച് പറയണ്ട, മമ്മൂക്ക ക്യാരക്ടറായിട്ട് മാറുമ്പോഴത്തേക്കും അതിൽ പിന്നെ മമ്മൂക്കയുടെ ഒരു മാനറിസം അവിടെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ഭയങ്കര സന്തോഷം തോന്നി സിനിമ കണ്ടപ്പോഴത്തേക്കും. അതുപോലെ ഞങ്ങൾക്ക് ഇനി ഇതിൻ്റെ തെലുങ്ക് കാണുന്നുണ്ട്, ഡബ്ബിങ്, തെലുങ്കിലുള്ള ഡബ്ബിങ് എങ്ങനെയുള്ള കാണുന്നുണ്ട്. അതും ഞങ്ങളെപ്പോലെ പുതിയ ആക്ടേഴ്സിന് ഇതൊക്കെ പഠനമാണ്, പുസ്തകമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ക്യാരക്ടറും പഠിക്കാൻ കിട്ടിയ ഒരു അവസരമാണ് അല്ലേ? തീർച്ചയായും മെത്തേഡ് ആക്ടിൻ്റെ ഒരു ഗുരു ആണ് മമ്മൂക്ക എന്നതിൽ തെളിഞ്ഞത്. കാരണം YSRൻ്റെ എല്ലാ മാനറിസങ്ങളും, പിന്നെ എനിക്കൊന്ന് മലയാളം കാണുന്നതിനെക്കാട്ടും ഇതിൻ്റെ തെലുങ്ക് വെർഷൻ കണ്ടാലായിരിക്കും നന്നാവും. കാരണം വെച്ചാൽ YSRൻ്റെ ആ ഒരു സ്ലാങ് വരെ കൃത്യമായിട്ടാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് അറിഞ്ഞത്, ഫ്രണ്ട്സൊക്കെ പറഞ്ഞത്. ഞങ്ങളെ ഹൈദരാബാദിലെയും ഫ്രണ്ട്സൊക്കെ വിളിച്ചപ്പോൾ അവരെങ്ങനെയാണ് പറഞ്ഞത്, എന്തായാലും നമുക്ക് ഈ നമ്മളിലേക്ക് ഇത് എത്തുന്നതിനെക്കാട്ടും കൂടുതൽ അവർക്ക് ചിലപ്പം തിയേറ്ററിലിരുന്ന് ഭയങ്കര രീതിയിലേക്ക് അല്ല നമുക്ക് കണ്ടിട്ടും ഞങ്ങളും YSRനെ ഈ മൂവി കാണുമ്പോഴാണ് നമ്മളും കാണുന്നത്. അപ്പം പക്ഷെ നമുക്കും ആ ഇമോഷനും ഫീലും ഒക്കെ തോന്നിയെന്നുള്ളത് അത് ആ ഡയറക്ടറിൻ്റെ മികവ് തന്നെയാണ്. അപ്പം എല്ലാവരും ഈ സിനിമ പോയി കാണണമെന്ന് തന്നെയാണ് പറയുന്നത്. താങ്ക് യു.